ഗൈസ്, നിങ്ങൾ 75 ഡേയ്സ് ഓഫ് ഹാർഡ് ചാലഞ്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാനും നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും നമുക്കൊരു എന്താ പറയുക നല്ലൊരു ലൈഫ് ബിൽഡ് ചെയ്യാനും വേണ്ടിയുള്ളതാണ് 75 ഡേയ്സ് ഓഫ് ഹാർഡ് ചലഞ്ച്. ഇതിൽ മെയിൻലി 5 റൂൾസ് ആണ് ഉണ്ടാവുക. ഫസ്റ്റ് റൂൾ എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് ഒരു പ്രോപ്പറായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യണം, വിത്തൗട്ട് ജങ്ക് ഫുഡ്സ് ഇല്ലാണ്ട്. പിന്നെ എന്താ പറയുക, ഫാസ്റ്റ് ഫുഡ്സ് ഒഴിവാക്കി, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഷുഗർ ഒഴിവാക്കിയിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യണം. അതാണ് ഫസ്റ്റ് റൂൾ. സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ ഒരു വർക്കൗട്ട്സ് ആണ്. അതായത് 45 മിനിറ്റ്സ് ഓഫ് വർക്കൗട്ട്സ് പെർ 2 സെഷൻസ്. അതായത് ഒരെണ്ണം രാവിലെയും ഒരെണ്ണം വൈകുന്നേരം. അതിൽ ഒരെണ്ണം ഇൻഡോറും ഒരെണ്ണം ഔട്ട്ഡോറും. അങ്ങനെ ഒരു 45 മിനിറ്റ്സിൻ്റെ 2 വർക്കൗട്ട്സ്. അതാണ് സെക്കൻഡ് റൂൾ. തേർഡ് റൂൾ എന്ന് പറഞ്ഞാൽ ഡ്രിങ്ക് 3.5 to 4 liters ഓഫ് വാട്ടർ പെർ ഡേ. ഒരു ദിവസം 3.5 to 4 ലിറ്റർ വെള്ളം കുടിക്കുക. അതാണ് തേർഡ് റൂൾ. ഫോർത്ത് റൂൾ എന്ന് പറഞ്ഞാൽ റീഡ് 10 pages ഓഫ് ബുക്ക് എ ഡേ. ഒരു ദിവസം ഒരു ബുക്കിന് 10 പേജസ് വായിക്കുക. ആ ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ നോൺ ഫിക്ഷൻ ആയിരിക്കരുത്, നോൺ ഫിക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ഇംപ്രൂവ്മെന്റ് ബുക്കൊക്കെ ആയിരിക്കും വായിക്കേണ്ടത്. അതാണ് ഫോർത്ത് റൂൾ. ആൻഡ് ഫിഫ്ത്ത് ആൻഡ് ഫൈനൽ റൂൾ ഈസ് ടേക്ക് എ സെൽഫി ഓഫ് ഈച്ച് ഡേ. നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് അനലൈസ് ചെയ്യാനും അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഈച്ച് ഡേ ഒരു പിക്ചർ ഇട്ട് അതിൽ ഒരു സെൽഫി അയച്ചെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്താൽ ആലോചിക്കേണ്ടത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം?